കുട്ടികളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ദന്തക്ഷയം തന്നെയാണ്. പക്ഷെ കുട്ടികളിലെ ദന്തക്ഷയത്തിന് നമ്മൾ അഡൾട്ടിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ രണ്ട് രീതിയിലുള്ള ദന്തക്ഷയം കാണാറുണ്ട്. ഒന്ന് പലപ്പോഴും നമ്മുടെ ഈ കുപ്പിപ്പാല് പലപ്പോഴും അത് കൊടുത്ത് കിടത്തി ഉടക്കാറുണ്ട്. അപ്പോൾ അമ്മമാർ എന്ന് പറഞ്ഞാൽ കുട്ടി എന്തായാലും ഉറക്കത്തിൽ നിന്ന് എണീക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ബോട്ടിൽ മാറ്റാതെ കിടത്തി ഉറക്കാറുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ രാത്രി എത്രയും തങ്ങി നിൽക്കുമ്പോൾ അതിനകത്തുള്ള അതിപ്പോൾ കുപ്പിപ്പാലല്ലാന്നുണ്ടെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു ഷുഗറി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിലും അവിടെ ഒരു നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സലൈവയുടെ ഒരു ഫ്ലോ കുറവായിരിക്കും, ഉമിനീരിന്റെ പ്രവർത്തനം കുറവായിരിക്കും. അപ്പോൾ ആ കിടക്കുന്ന സമയത്ത് അത്രയും ഈ ഷുഗർ അവിടെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഈ ബോട്ടിൽ അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ താഴത്തെ പല്ലുകൾ, മുൻനിരയിലെ താഴത്തെ പല്ലുകൾ ഇവിടെ പ്രൊട്ടക്റ്റ് ആവുന്നുണ്ട്. കാരണം അത് കുപ്പിയുടെ അടിയിലാണ് ഇരിക്കുന്നത്. അതൊഴികെയുള്ള ബാക്കി പല്ലുകൾ, മേൽത്താടിയിലെ മുഴുവൻ പല്ലുകളും കീഴ്ത്താടിയിലെ മുൻനിര പല്ലുകൾ ഒഴികെയുള്ള പുറകിലേക്കുള്ള പല്ലുകളും ഒക്കെ ഇൻവോൾവ് ആവുന്ന ദന്തക്ഷയത്തിനെയാണ് നമ്മൾ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ പേര് മാറിയിട്ട് അതിനെ എയർലി ചൈൽഡ്ഹുഡ് കേരീസ് എന്ന് പറയാറുണ്ട്. മറ്റൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ താഴത്തെ പല്ലുകളെയും കൂടി കൃത്യമായിട്ട് ബാധിക്കുന്ന വളരെ സ്പീഡിൽ വളരെ റാപ്പിഡായിട്ട് പടർന്നു പിടിക്കുന്ന ഒരു ദന്തക്ഷയത്തിനെയാണ് റാമ്പൻറ്റ് കേരീസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് സാധാരണ കുട്ടികൾ കണ്ടുവരുന്നതാണ്. മറ്റൊന്ന് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ദന്തക്ഷയത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ മീൽ സ്നാക്കിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുണ്ട്. നമ്മുടെ പ്രാതലുണ്ട്, അല്ലെങ്കിൽ ഉച്ചഭക്ഷണമുണ്ട്, അത്താഴമുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്കൂളിൽ കൊടുത്തു വിടുന്ന ഈ 11 മണിയുടെ സ്നാക്സ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഹെൽത്തി ആയിരിക്കണമെന്നില്ല. അത് ചിലപ്പോൾ ഒരു മിഠായി ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുക. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മളെ നട്ട്സ് ആണെങ്കിലും അത് കുട്ടികളുടെ അടുത്ത് പറയുക, ഓരോ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ബ്രഷ് ഇല്ലെങ്കിലും ഒന്ന് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ വാട്ടർ ബെല്ല് നമ്മുടെ ഈ എല്ലാ സ്കൂളിലും വന്നിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് വെള്ളം ഇപ്പോൾ ഈ ചൂട് കാലത്ത് ഡീഹൈഡ്രേഷനൊക്കെ നിർജ്ജലീകരണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു മണി അടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കുട്ടികൾ വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വെള്ളം കൊടുത്തയക്കുമ്പോൾ ഈ സിപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വാട്ടർ ബോട്ടിൽ മാറ്റിയിട്ട് കുറച്ചുകൂടി വലിയ പാവട്ടത്തിലുള്ള വാട്ടർ ബോട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊക്കി ഒഴിച്ച് കുടിക്കുമ്പോൾ പല്ലിൻ്റെ അകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ വയറിൻ്റെ അകത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ സിപ്പ് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂളിൽ ക്ലാസ്സിൽ ആരുടെങ്കിലും ഒരു ബർത്ത്ഡേ ആയിരിക്കും, അപ്പോൾ ഒരു ചോക്ലേറ്റ് കിട്ടി, അത് 11 മണിക്കായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് പിന്നീട് അത് കുട്ടി ചിലപ്പോൾ ബ്രഷ് ചെയ്യുന്നത് രാത്രി വീട്ടിൽ ചെന്നിട്ടായിരിക്കും. അപ്പോൾ അത്രയും സമയം ഒരു അരമണിക്കൂർ തന്നെ ഒരു മധുരം ഉള്ള ഒരു സാധനം നമ്മുടെ പല്ലിൻ്റെ പ്രതലത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവിടെ അണുക്കൾ ഈ പറഞ്ഞ ആസിഡ് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. അതാണ് ആസിഡ് ഉണ്ടാവുന്നതാണ് ശരിക്കും ദന്തക്ഷയത്തിലോട്ട് നയിക്കുന്നത്. അതേസമയം നമ്മൾ പൊക്കി ഒഴിച്ചു കൊടുക്കുന്ന ഒരു വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പല്ലിൻ്റെ അകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഫോഴ്സിൽ കുറച്ചെങ്കിലുമൊക്കെ ഇളകിയിട്ട് വയറിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതേസമയം സിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഫുഡ് അവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചെറുതായിട്ട് കേട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കുട്ടികളിൽ ചില ആൾക്കാരിൽ കുഴിഞ്ഞ രീതിയിലുള്ള ഒരുപാട് കുഴി കൂടുതലുള്ള പല്ലുകളുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊരു മുൻകരുതൽ എന്ന രീതിയിൽ നമുക്ക് ഈ കേട് വന്നില്ലെങ്കിൽ തന്നെ ഈ ഓവറായിട്ട് കുഴിവുള്ള ഭാഗത്തിന് നേരത്തെ തന്നെ മുൻകൂട്ടി അടച്ചു വെക്കാൻ സാധിക്കും. അതിനെ പറയുന്ന പിറ്റ് ആൻഡ് ഫിഷർ സീലൻ്റ് എന്ന് പറയും. ഓവറായിട്ട് വ്യാസമുള്ള കുഴികളാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി കേടാവുന്നതിന് മുമ്പേ തന്നെ അടച്ചു, കാരണം അവിടെ വീണ്ടും ഫുഡ് കയറി ഇരുന്നിട്ട് കേട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ അറിയേണ്ടത് പറഞ്ഞാൽ കുട്ടികളുടെ പല്ല് ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളിയുടെ ഇടയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ തല്ല് കൂടുന്നതിൻ്റെ ഇടയിലോ ഒക്കെ വീണിട്ട് പല്ല് പൊട്ടാറുണ്ട്. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പല്ല് ഇളകി പോകാറുണ്ട്. അതിന് അബൽഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ പല്ല് എവിടെയെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പല്ല് തീർച്ചയായിട്ടും അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അധികം മാനിപ്പുലേറ്റ് ചെയ്യാതെ നമുക്ക് അതിന് ഇടാൻ പറ്റുന്ന സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ അതിനെ പറയുന്ന ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയും. സേവേ ടൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കത് കമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പാലിലോ അല്ലെങ്കിൽ കരിക്കും വെള്ളത്തിലോ ഒക്കെ ഇട്ടിട്ട്, ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളത്തിലെങ്കിലും ഇട്ടിട്ട് അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടിയുടെ നഷ്ടപ്പെട്ട പല്ല് തന്നെ തീർച്ചയായിട്ടും തിരിച്ച് ആ ഒരു പൊസിഷനിലോട്ട് തിരിച്ച് നമുക്ക് റീഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പലർക്കും അറിയാത്ത കാര്യമാണ്. അപ്പോൾ അവൽഷൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അവൽഷനായിട്ടുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പക്ഷേ അതിനെക്കുറിച്ചൊരു ബോധം പല സ്കൂളിലും നമ്മൾ അവയർനെസ് ആയിട്ടുള്ള സെഷൻസ് കൊടുക്കുന്നുണ്ട്. ടീച്ചേഴ്സിനൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പല്ലുകളിൽ. അപ്പോൾ ടീച്ചേഴ്സിന് തന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തന്നെ റീഫിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത്. പിന്നെ കുട്ടികളുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ശീലങ്ങളുണ്ട്. ഇപ്പം നാവ് കൊണ്ട് പല്ല് തള്ളുന്ന ശീലങ്ങൾ, അല്ലെങ്കിൽ വിരലൂറുന്ന ശീലം, നഖം കടിക്കുന്ന ശീലം. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉറങ്ങുമ്പോഴത്തേക്ക് ഇപ്പോൾ വാ തുറന്നു വെച്ച് ഉറങ്ങുന്ന, വായിലൂടെ ശ്വസിക്കുന്ന മൗത്ത് ബ്രീത്തേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, അവർക്ക് ENT സംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളുള്ളതായിട്ടായിരിക്കും. അപ്പോൾ 5 വയസ്സിന് ശേഷം ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഒരു കുട്ടി തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ഒരു 10 വയസ്സ് 11 വയസ്സാകുമ്പോൾ പല്ലിൻ്റെ ആ ഒരു ക്രമീകരണത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് അന്നേരം കമ്പിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഭാവിയിൽ ആ ഒരു വലിയൊരു കോംപ്ലക്സ് ട്രീറ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഹാബിറ്റ്സ് കാണുമ്പോൾ തന്നെ ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസസ് എന്ന് പറയും.
അതിനുള്ള ഉപകരണങ്ങളുണ്ട്. അത് 5 വയസ്സിന് ശേഷം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ശീലം കുട്ടിയിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സാധാരണയായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നത്. സാധാരണ ഉണ്ട്, അതായത് കുട്ടികളിൽ പല്ല് കൊഴിഞ്ഞു പോകുന്ന പ്രായമുണ്ട്. അപ്പം ആ കൊഴിഞ്ഞു പോകുന്ന പ്രായത്തിന് മുമ്പ് പല്ലുവിന് എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ ആ പല്ല് കൊഴിഞ്ഞു പോകുന്നതാണല്ലോ എന്ന് വെച്ച് ചികിത്സിക്കാതിരിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. അത് എത്രത്തോളം ആപത്താണ്? അപ്പൊ സാധാരണയായിട്ട് അത് നല്ലൊരു ചോദ്യമാണ്. പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് ഇത് പൊഴിഞ്ഞു പോകുന്ന പല്ലല്ലേ, അപ്പോൾ ഇത് നമുക്ക് ഇത് പെർമനന്റ് ആയിട്ടുള്ള ടൂത്ത് വന്നിട്ട് കെയർ ചെയ്താൽ പോരെ, ഇത് മിൽക്ക് ടീത്ത് അല്ലേ എന്നുള്ളൊരു. പക്ഷെ ചുരുക്കം ചില പേരൻസ് ആയിരിക്കും മിൽക്ക് ടൂത്തിനെ പറ്റി കൺസേൺ ആയിട്ടുള്ളത്. അപ്പം മിൽക്ക് ടൂത്ത് കൃത്യമായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ മിൽക്ക് ടൂത്തിൻ്റെ ആരോഗ്യത്തിനേക്കാൾ കൂടുതലായിട്ട് ഇനി വരാൻ പോകുന്ന പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് വരുന്ന പല്ലുകളുടെ ഒരു ആരോഗ്യത്തിനും കൂടെ കണക്കിലെടുത്തിട്ടാണ്. ഒരു പാൽപ്പല്ല് നേരത്തെ കൂട്ടി പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദിച്ചതുപോലെ തന്നെ അതിനുശേഷം വരുന്ന പല്ലുകൾ ആ ഗ്യാപ്പിലേക്ക് നീങ്ങി വരാനായിട്ട്, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന പല്ലുകൾ ആ ഗ്യാപ്പിലോട്ട് നീങ്ങി വരാൻ കാരണമാവും. അപ്പോൾ ഒരു പല്ല് ചിലപ്പോൾ കുട്ടികൾക്ക് പാൽപ്പല്ലിലെ ഒരു അണപ്പല്ല് പോകുന്നത് ചിലപ്പോൾ ശരിക്കും പോകേണ്ടതെന്ന് പറഞ്ഞാൽ അത് 10 വയസ്സിൽ പോകേണ്ട പല്ലായിരിക്കും. അത് ചിലപ്പോൾ നമ്മളൊരു 5 വയസ്സിൽ പോയി കഴിഞ്ഞാൽ അതിന് പകരമുള്ള പല്ല് 10 വയസ്സിലേ വരുള്ളൂ. പക്ഷെ 6 വയസ്സാകുമ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള പല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിലേക്ക് ആ പല്ല് നീങ്ങി വരികയും അവിടെ മറ്റ് 10 വയസ്സാകുമ്പോൾ വരേണ്ട പല്ലിന് വരാനുള്ള സ്പേസ് കാണില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ആ പല്ലിനെ തന്നെ സേവ് ചെയ്ത് വെക്കാനാണ് വലിയ ആൾക്കാരിൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നതിന് തത്തുല്യമായിട്ട് കുട്ടികളിൽ ചെയ്യുന്ന പ്രക്രിയയാണ് പൾപ്പക്ടമി എന്ന് പറയുന്നത്. പൾപ്പക്ടമി ചെയ്ത് അടച്ചു വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചില കേസുകളിൽ പൾപ്പക്ടമി ചെയ്യാൻ സാധിക്കാത്ത പല്ലുകളുമുണ്ട്. അതിൻ്റെ അങ്ങേയറ്റം പോയിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരിക. അപ്പോൾ ആ കേസുകളിൽ പല്ലുകൾ എടുക്കേണ്ടതായിട്ട് വരും. എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ സ്പേസ് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറയുന്ന ഒരു കമ്പി അവിടെ വെക്കേണ്ടതുണ്ട്. അത് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഗേറ്റ് പോലെയാണ്. അപ്പോൾ അത് തൊട്ടടുത്തുള്ള 2 പല്ലിനെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കും. അപ്പോൾ ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അടുത്ത എപ്പോഴാണോ 10 വയസ്സാകുമ്പോൾ അതിന് പകരമുള്ള പല്ല് വരുമ്പോൾ കൃത്യമായിട്ട് ആ സ്പേസിലേക്ക് ഗൈഡ് ചെയ്യാനായിട്ടാണ് ഈ സ്പേസ് മെയിൻ്റെനൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാൽപ്പല്ലുകളാണെന്ന് വെച്ചിട്ട് നമ്മൾ കെയർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന പെർമനൻ്റ് ആയിട്ടുള്ള പല്ലുകളുടെ അതിൻ്റെ ആരോഗ്യത്തിനെയും അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനെയും പലപ്പോഴും പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാൽപ്പല്ലുകൾക്ക് നമ്മൾ കെയർ കൊടുക്കുക തന്നെ വേണം. കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത് തന്നെ ആൾക്കാർ നമ്മൾ അനുവർത്തിക്കുന്ന ശീലങ്ങൾ പറഞ്ഞാൽ പല്ല് തേക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പോൾ പല്ല് തേക്കുന്നത് തന്നെ ചിലപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാവണമെന്നില്ല. പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് ആരും അധികം മെനക്കെടാറില്ല. നമ്മൾ നോർമലി ഉള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന ഒരു ടൂത്ത് ബ്രഷോ ടൂത്ത് പേസ്റ്റോ പിക്ക് ചെയ്തിട്ട് പിന്നെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഇപ്പോൾ 5 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വളരെ ചെറിയ കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ 6 മാസം പ്രായമുള്ള കുട്ടി ഉണ്ടാവും, ഒരു 5 വയസ്സുള്ള കുട്ടി ഉണ്ടാവും, ഒരു 40 വയസ്സുള്ള ഒരാളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരേ പേസ്റ്റ് ആയിരിക്കും മിക്കവാറും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ആൾക്കാരുടെ ടൂത്ത് പേസ്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ പാൽപ്പല്ലുകൾക്ക് ചിലപ്പോൾ അത്രയും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. ചില പല്ലിൽ ഒരവ് സംഭവിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. ശരിയായ ബ്രഷിങ്ങും ഈ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനമല്ലേ? അപ്പം സാധാരണ എല്ലാവരും വെറുതെ ബ്രഷ് ചെയ്ത് പോകുന്ന ശരിയായ ബ്രഷിംഗ് രീതി ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? ബ്രഷ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റുമാണ്. ടൂത്ത് ബ്രഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 3 ഭാഗങ്ങളുണ്ട്. അതിനകത്തൊരു പിടിയുണ്ട്, ഒരു തലയുണ്ട്, ഹെഡ് പോർഷൻ ഉണ്ട്, ഒരു ഹാൻഡിലുണ്ട്, നെക്ക് പോർഷൻ ഉണ്ട്. അതിനകത്ത് നമ്മുടെ തലയിലാണ് നാരുകൾ അല്ലെങ്കിൽ ബ്രിസിൽസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ നാരുകളുടെ വ്യാസം അനുസരിച്ചിട്ട് അതിനെ പ്രധാനമായിട്ട് 3ആയിട്ട് തരംതിരിക്കാറുണ്ട്. നമുക്ക് ഏറ്റവും ദൈനംദിനമായിട്ടുള്ള ഉപയോഗത്തിന് അഭികാമ്യം എന്ന് പറയുന്നത് ഇടത്തരം നാരുകളുള്ള അല്ലെങ്കിൽ മീഡിയം ബ്രിസിൽസ് ഉള്ള ടൂത്ത് ബ്രഷാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും എന്തിനാണ് അപ്പോൾ ഹാർഡ് ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത്. ഹാർഡ് ടൂത്ത് ബ്രഷ് ശരിക്കും കൃത്രിമ ദന്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വെപ്പ് പല്ലുകൾ ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോഫ്റ്റ് ബ്രഷ് നമുക്ക് ചില ഘട്ടത്തിൽ ഇപ്പോൾ മോണയ്ക്ക് ഒരുപാട് സർജറിയൊക്കെ കഴിഞ്ഞ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ല് പുളിപ്പുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്ക് ഡോക്ടർ ഒരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഡെന്റൽ പ്രോബ്ലംസും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മീഡിയം ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. സെൻസിറ്റിവിറ്റി പോലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഗം ഡിസീസ് അത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് സോഫ്റ്റ് ബ്രഷിലോട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് നമ്മൾ അൾട്രാ സോഫ്റ്റ് ബ്രഷുകൾ വിപണിയിലുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ബ്രഷ് കഴിഞ്ഞാൽ പിന്നെ പേസ്റ്റ് ആണ്. പേസ്റ്റ് പല ബ്രാൻഡ്സ് പേസ്റ്റ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് എൻഡോസ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ തന്നെ പ്രധാനമായിട്ട് 2 രീതിയിൽ, ഒന്ന് ജെൽ ഫോമിലുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഒരു ക്രീം ഫോമിലുള്ളത്. ജെല്ലിനകത്ത് കുറച്ചുകൂടി നമ്മളിപ്പോൾ കുളിക്കുന്ന സോപ്പും തുണി നനയ്ക്കുന്ന സോപ്പും പോലെയാണ്. അപ്പോൾ ചില ആൾക്കാർ തുണി നനയ്ക്കുന്ന സോപ്പ് വെച്ച് കുളിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ സ്കിന്നിന് ശരിക്കും ഡാമേജ് ഉണ്ടാക്കും. അത് വെച്ച് തേച്ചാലും നമ്മുടെ അഴുക്ക് പോവും, പക്ഷെ അത് കുറച്ചും കൂടി ഉരയ്ക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ലോങ് ടേമിൽ നോക്കുമ്പോൾ സ്കിന്നിന് ഡാമേജ് ആണ്. സെയിം എഫക്റ്റ് ആണ് നമ്മൾ ജെൽ ടൂത്ത് പേസ്റ്റ് വരുമ്പോൾ കുറച്ചും കൂടി വെളുക്കുന്നതായിട്ട് തോന്നും, കാരണം അബ്രേഷൻ കൂടുതലുള്ളതുകൊണ്ടാണ്. പക്ഷെ ഹെൽത്തി ആയിട്ട് വെക്കാൻ നമുക്ക് ക്രീം രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റ് മതി. അപ്പോൾ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ അധികം കളറില്ലാത്ത നോർമലി ഉള്ള ക്രീം ആയിട്ടുള്ള പേസ്റ്റുകൾ സെലക്ട് ചെയ്യുക.
പിന്നെ പേസ്റ്റ് ഐഡിയലി എടുക്കേണ്ടത് ടൂത്ത് ബ്രഷിന്റെ ഉള്ളിലാണ് പേസ്റ്റ് എടുക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ഈ പരസ്യത്തിലാണെങ്കിൽ തന്നെ ടൂത്ത് ബ്രഷ് കംപ്ലീറ്റ് ആയിട്ട് മുകളിലാണ് എടുക്കുന്നത്. അപ്പോൾ അകത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് സർഫസ് ടെൻഷൻ പ്രതല ഹർഷണം വഴി അഴുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് പോകുന്നതായിട്ടാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ അത് ബ്രിസിലിന്റെ ഉള്ളിലോട്ട് എടുക്കേണ്ട ക്വാണ്ടിറ്റിയും വളരെ കുറച്ച് വേണം എടുക്കാനായിട്ട്. ഒരു ടൂത്ത് ബ്രഷ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ കുട്ടികൾ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ വലിയ ആൾക്കാരുടെ പേസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതില്ല. കുട്ടികൾക്കുള്ള അവരുടെ ആയിട്ടുള്ള പേസ്റ്റാണ്. അതിനകത്ത് അടങ്ങിയിട്ടുള്ള അബ്രേസീവ്സും കുറവായിരിക്കും, ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് വ്യത്യാസമായിരിക്കും. അതിൽ തന്നെ ആദ്യത്തെ നമ്മളെ കുട്ടിക്ക് പല്ല് വരുന്നത് 6 മാസത്തിലാണ്. അതിൽ ആദ്യത്തെ 6 മാസം അണകളെന്ന് പറയും, ഗം പാഡ്സ്. ആ സമയത്ത് ഒരു നല്ല കോട്ടണോ അല്ലെങ്കിൽ നല്ലൊരു തുണി ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ബ്രഷ് ചെയ്യുകയും 6 മാസം തുടങ്ങി 2 വയസ്സ് വരെ അമ്മയുടെ വിരലിൽ ഘടിപ്പിക്കാവുന്ന സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള ഫിംഗർ ബ്രഷസ് യൂസ് ചെയ്യാം. 2 വയസ്സ് തുടങ്ങി സ്വയം കുട്ടിയെ ബ്രഷ് ചെയ്യാനായിട്ട് പരിശീലിപ്പിക്കാം. ആ 2 വയസ്സ്, ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടിയൊക്കെ നമ്മൾ ചെറുതായിട്ടൊരു റൈസ് മിയർ എന്ന് പറയാം, ഒരു അരിമണിയുടെ സൈസിൽ മാത്രമേ പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു 3 to 6 ഇയേഴ്സ് ആകുമ്പോൾ പി സൈസ് എന്ന് പറയും, കുറച്ചുകൂടി ഒരു പയർമണിയുടെ സൈസിൽ. 6 ഇയേഴ്സ് കഴിയുമ്പോൾ ജസ്റ്റ് ആ ബ്രഷിന്റെ ഒരു കാൽ ഭാഗമോ അല്ലെങ്കിൽ പകുതി ഭാഗമോ നമുക്ക് പേസ്റ്റ് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മേൽത്താടിയിൽ നിന്ന് ചെറുതായിട്ടൊരു 45 ഡിഗ്രി ഒരു കോൺ കൊടുത്തുകൊണ്ട് ഏറ്റവും പുറകിലത്തെ പല്ല് തുടങ്ങിയിട്ട് അതിന്റെ പുറം ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. അതേ ഡയറക്ഷനിൽ തന്നെ വീണ്ടും ആ മേൽത്താടിയിലെ ഉൾഭാഗവും കംപ്ലീറ്റ് ചെയ്യുക. എപ്പോഴും ഒരു സമയത്ത് 3 പല്ലിൽ വേണം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് മേൽത്താടിയിലെ പല്ലുകൾ മുകളിൽ നിന്ന് താഴേക്കും കീഴ്ത്താടിയിലെ പല്ലുകൾ താഴെ നിന്ന് മുകളിലേക്കും വേണം ബ്രഷ് ചെയ്യാനായിട്ട്. പിന്നെ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ ഇടയിൽ പലപ്പോഴും ഈ ഫുഡിന്റെ പാർട്ടിക്കിൾസ് കുടുങ്ങിയിരിക്കാറുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്യാനായിട്ട് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലർ ടൂത്ത് പിക്സ് യൂസ് ചെയ്യും. ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി പിൻ യൂസ് ചെയ്യുന്നവരുണ്ട്. വേറൊരു പേഷ്യന്റ് പറഞ്ഞാൽ അയാൾ വിസിറ്റിംഗ് കാർഡ് യൂസ് ചെയ്യും. അപ്പോൾ പുള്ളി വിസിറ്റിംഗ് കാർഡ് വെച്ചിട്ട് ഇങ്ങനെ കീറിയിട്ട് അത് ഇടയിൽ കയറ്റിയിട്ട് അഴുക്കുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. അപ്പോൾ ഒരു തരത്തിലുള്ള പുറത്തുള്ള വസ്തുക്കൾ, അതായത് ഫോറിൻ ബോഡീസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് ശരിക്കും അതിന് വേണ്ടിയിട്ട് പല്ലിയുടെ ശുചീകരണ ഉപാധികളുണ്ട്. അതിൻ്റെ ഏറ്റവും കോമൺ ആണ് ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നൂലുകളുണ്ട്. പിന്നെ ഇന്റർഡെന്റൽ ബ്രഷസ് അല്ലെങ്കിൽ പല്ലിയുടെ ശുചീകരണ ബ്രഷസ് ഉണ്ട്. അത് വ്യാസം അനുസരിച്ചിട്ട് ഈ പല്ലുകൾക്കിടയിലുള്ള വ്യാസത്തിന് നമ്മൾ എംബ്രേഷേഴ്സ് എന്ന് പറയും. ആ സ്പേസിന്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് നമുക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ അതിൻ്റെ ഒരു വ്യാസം പല ആൾക്കാരിലും വിഭിന്നമായിരിക്കും. അപ്പോൾ അത് ചില ആൾക്കാർക്ക് കുറച്ച് ബ്രോഡ് കോണ്ടാക്ട് ഏരിയ ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഭക്ഷണം അവിടെ ട്രാപ്പ് ചെയ്തിരിക്കും. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ ഫ്ലോസർ ഉണ്ട്. അതായത് വെള്ളത്തിന്റെ ഒരു സ്പ്രേ തന്നെ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യാം. ഇതിന് 3 സ്പീഡുണ്ട്, ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ട്. ഒരു ലോയിലോ മീഡിയത്തിലോ ഇട്ടിട്ട് നമുക്ക് ഈ വെള്ളത്തിന്റെ ജെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാറൊക്കെ കഴുകുന്ന പോലെ ഈ പല്ലിന്റെ ഇടയ്ക്കുള്ള, അതാകുമ്പോൾ നമുക്ക് ഗംസിന് ഒരു തരത്തിലുള്ള ഒരു ദോഷവും ഇല്ല. നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ 2 പല്ലിന്റെ ഇടയ്ക്കുള്ള വളരെ നാരോ ആയിട്ടുള്ള വളരെ മാർദ്ദവമായിട്ടുള്ള ഇന്റർഡെന്റൽ പാപ്പില എന്ന് പറഞ്ഞൊരു മൃദുവായിട്ടുള്ള ദശയാണ്. അപ്പോൾ ഓരോ തവണ നമ്മൾ ഇവൻ ഫ്ലോസ് ഇട്ടാൽ തന്നെയും നമ്മളൊരു ഓവറായിട്ടുള്ളൊരു ഇതാണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാട്ടർ ആകുമ്പോഴത്തേക്കും അത്രയും ഒരു ഡാമേജ് ഇല്ലാതെ ഈ പല്ലിന്റെ ഇടയ്ക്കുള്ള അഴുക്ക് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത് നാവ് വടിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ നാവ് വടിക്കുന്നതിൽ പലപ്പോഴും കട്ടിയുള്ള ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അത്രയും ഒരുപാട് ഫോഴ്സ് കൊടുത്ത് ടങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സ്, നാവിലെ രസമൂലങ്ങൾക്ക് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂത്ത് ബ്രഷിന്റെ തന്നെ പുറം ഭാഗത്ത് ടങ് ക്ലീനേഴ്സ് വരുന്ന മോഡൽസ് ഉണ്ട്. അല്ലെങ്കിൽ ടൂത്ത് ബ്രഷിന്റെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന വശം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ നാരുകൾ ഉപയോഗിച്ചുകൊണ്ട്, അത് ആദ്യത്തെ കുറച്ച് നാൾ അതുമായിട്ടൊന്ന് യൂസ് ടു ആവാനായിട്ട് കുറച്ച് ഇതുണ്ടാവും. ചിലപ്പോൾ ഓക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു 2-3 ആഴ്ച യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതുമായിട്ട് നമ്മൾ ശീലപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പല്ല് തേപ്പ് ശാസ്ത്രീയമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. നമ്മുടെ ചില ജീവിത രീതികൾ തന്നെ ദന്തക്ഷയത്തിന് കാരണമാകുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു പുകവലി, സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ യൂസ്, ഇതൊക്കെ അത് എത്തരത്തിലാണ് ബാധിക്കുന്നതെന്നൊന്ന് പറയാമോ? പുകവലി നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 പ്രശ്നങ്ങളാണ് നമ്മുടെ പല്ലിനെ സംബന്ധിച്ചുണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ വായിലെ ക്യാൻസറിനൊരു കാരണമാവുന്നുണ്ട്. രണ്ടാമത്തത് മോണരോഗമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, മോണരോഗമുള്ള ഒരാളിന് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പല്ലിൽ നിന്ന് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരാറുണ്ട്. പക്ഷേ ഇത് സ്മോക്കറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം സ്മോക്കേഴ്സിൽ എപ്പോഴും നമ്മുടെ ഈ സ്മോക്ക് അകത്ത് കയറുന്നതുകൊണ്ട് അവിടെ എപ്പോഴും ഒരു വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറയും. അതായത് ഇങ്ങനെ ഈ നമ്മുടെ രക്തക്കൊഴികൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ സങ്കോചിച്ചാണ്ടിരിക്കുന്നത്, വികസിക്കുന്നില്ല. അപ്പോൾ ഇത് സങ്കോചിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ബ്ലീഡിങ് കുറയും. അപ്പോൾ ഇവർക്ക് സാധാരണ ഒരു പേഷ്യൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗം ഡിസീസ് അടിയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ റെസ്പോൺസ് ആയിട്ടുള്ള ഈ മോണയിലുള്ള ചുവപ്പ് നിറമോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോഴുള്ള ബ്ലീഡിംഗ് ഒന്നും കാണത്തില്ല. പക്ഷേ മോളിക്കുലർ ലെവലിൽ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മോണ നോക്കി എപ്പോഴും ഒരു ഡൾ, ഒരു സ്ലേറ്റ്, നമ്മുടെ ഒരു സ്ലേറ്റ് പെൻസിലിൻ്റെ കളർ പോലെ ഒരു ഗ്രേയിഷ് അപ്പിയറൻസ് ആയിരിക്കും. പക്ഷെ അഡ്വാൻസ് സ്റ്റേജിലെത്തി പല്ല് കൊഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ വാർണിംഗ് സൈൻസ് ഒക്കെ ഇപ്പോൾ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ
ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിൽ MIയുടെ നമ്മുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ വാർണിംഗ് സൈൻസ് ഒന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഗം ഡിസീസിൻ്റെ സൈൻസ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അഡ്വാൻസ് ചെയ്തെത്തുമ്പോഴത്തേക്കും പല്ലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം ഇടയ്ക്കൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഫുൾ ജാർ സോഡയൊക്കെ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ജാർ സോഡയിൽ ഇടയ്ക്ക് തന്നെ നമ്മളൊരു പല്ലിട്ട് വെച്ചിട്ട് 5 ദിവസം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പല്ല് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ദ്രവിപ്പിച്ച് കളയുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ കോള പോലെയുള്ള ഡ്രിങ്ക്സ് സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറോഷൻ സംഭവിക്കും. ഇറോഷൻ എന്ന് പറഞ്ഞാൽ ദ്രവീകരണം എന്ന് പറയും. അവിടുത്തെ ഇനാമലും ഒക്കെ ഇറോഡ് ചെയ്തിട്ട് പല്ല് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് തന്നെ പ്രത്യേകിച്ച് അസിഡിക് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഉടനെ വാ കഴുകുന്ന അല്ലെങ്കിൽ പല്ല് തേക്കുന്ന ശീലമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഹാനികരമാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സോഡയോ അല്ലെങ്കിൽ സിട്രിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മുടെ ബോഡി തന്നെ ക്രിട്ടിക്കൽ pH എന്ന് പറയും, ബോഡി തന്നെ ഇതിനെ ഒന്ന് കവറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് മിനറൽസ്, അതായത് ധാതുക്കൾ പല്ലിൽ നിന്ന് ഇളകിപ്പോകാൻ കാരണം. അപ്പോൾ എപ്പോഴും നമ്മുടെ കഴിവതും അസിഡിക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അസിഡിക് ഫുഡ്സ് അവോയ്ഡ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ബ്രഷ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് നമുക്ക് വാ കഴുകി കളയാം, പക്ഷേ നമുക്ക് ഓവറായിട്ട് അവിടെ മറ്റൊരു കെമിക്കൽ ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മൗത്ത് വാഷസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. മൗത്ത് വാഷസ് അമിതമായിട്ട് ഈ ബ്രഷിങ്ങിന് പകരമാണെന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. മൗത്ത് വാഷ് ജസ്റ്റ് അഡ്ജങ്ക്റ്റ് മാത്രമേ ആവുന്നുള്ളൂ, ഒരു കെമിക്കൽ എന്ന് പറഞ്ഞൊരു ഹെൽപ്പ് മാത്രമേ ആവുന്നുള്ളൂ. ഒരിക്കലും ബ്രഷ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് മൗത്ത് വാഷ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദന്തരോഗങ്ങൾ ഉണ്ടാകും. അത് ജസ്റ്റ് നമ്മുടെ ബ്രഷിങ്ങിന് എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് മെക്കാനിക്കൽ രീതിയിൽ അഴുക്കെടുത്ത് കളഞ്ഞാലേ അത് വൃത്തിയാകത്തുള്ളൂ. അപ്പോൾ മൗത്ത് വാഷ് എന്ന് പറയുന്നത് ഡോക്ടർ പറയുന്ന സമയത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ആഡപ്പ് ആയിട്ട് കൊടുക്കേണ്ട സാധനമാണ്. അത് തന്നെ ഒരേ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കില്ല എല്ലാ മൗത്ത് വാഷിനും. പലപ്പോഴും നമ്മൾ ഓവർ ദ കൗണ്ടറായിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മൗത്ത് വാഷിലൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മൗത്ത് വാഷ് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈ മൗത്ത് കൂടുതലായിട്ടുണ്ടാവും. പലരും ആൾക്കാർ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് ബാഡ് ബ്രത്ത് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ചെയ്യുന്ന ഡിസ്റ്ററിൻ പോലെയുള്ള മൗത്ത് വാഷൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വാങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ വീണ്ടും വായ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാഡ് ബ്രത്ത് കൂടാനാണ് സാധ്യത. അപ്പോൾ മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ തന്നെ കഴിവതും ഷുഗർ ഫ്രീ ആയിട്ടുള്ളതും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പലപ്പോഴും ബ്രഷ് ചെയ്തിട്ട് എപ്പോഴും ഒരു 1 hour ഗ്യാപ്പിന് ശേഷം മൗത്ത് വാഷ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പലപ്പോഴും ഈ മൗത്ത് വാഷിലെയും ബ്രഷിലെയും നമ്മുടെ ടൂത്ത് പേസ്റ്റിന് അകത്തുള്ള ഇൻഗ്രീഡിയൻസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതായിട്ട് ചില പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഹാബിറ്റ്സ് ദന്ത രോഗങ്ങൾക്ക് കൂടുതൽ മൂർച്ഛിക്കുന്നതിലോട്ട് കാരണമാകുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്മോക്കിംഗ് ഒഴിവാക്കുക, ഇത്തരത്തിലുള്ള അസിഡിക് ആയിട്ടുള്ള ബിവറേജസിൻ്റെ ഉപയോഗം മിതപ്പെടുത്തുക എന്നുള്ളതാണ്.